കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി ജെയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുകയാണ്. രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. തുടർന്നിപ്പോൾ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം മൃതദേഹം ബനാർഘട്ടയിലെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ റിസോർട്ടിലേക്ക് എത്തിച്ചു. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, ജീവിതം തന്നെ ആഘോഷമാക്കിയ ഒരാൾ അവിശ്വസനീയമായ രീതിയിൽ ആ ജീവിതം അവസാനിപ്പിച്ചു പോയത് എന്താണ് മരണകാരണം എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. പ്രത്യേക അന്വേഷണ സംഘമുണ്ട്, അവിടെ പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് പ്രതീക്ഷിക്കുകയാണ്. നാളെ കഴിഞ്ഞ് കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? ഇതിൽ മിനിഞ്ഞാന്ന് മൂന്നേ കാലിനാണ് ഈ ഒരു സംഭവം, ഈ ദാരുണമായ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നത്. അതിനുശേഷം ഈ നിമിഷം വരെ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അതാണ്, എന്തിനു വേണ്ടി എന്നുള്ളത്. അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് സർക്കാരാണെങ്കിലും ശരി, അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ പറയുന്നത്. ചില കാര്യങ്ങൾ അവർ ഇന്ന് രാവിലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതായത് ഈ പറഞ്ഞ രീതിയിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിരുന്നില്ല, 1 മണിക്കൂർ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ടായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലാണ്, ബന്നർഘട്ടയിലെ ഡോക്ടർ റോയ് സി ജെയുടെ റിസോർട്ടിലാണ്. അന്ത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുകയാണ്. നേരത്തെ ഇവിടെ നിന്നും രാവിലെ 10 മണിയോടുകൂടി ഇവിടെ എത്തിച്ച മൃതദേഹം അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. പ്രമുഖരായിട്ടുള്ള നിരവധി പേർ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പ് 2:30 അടുത്തുള്ള പള്ളിയിലേക്ക് സംസ്കാര ശുശ്രൂഷകൾക്കായി കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ ഇതാ തിരികെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മൃതദേഹം ഇപ്പോൾ ഇറക്കുകയാണ്, വാഹനത്തിൽ നിന്ന് ഇറക്കുകയാണ്. ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൂടി മാത്രമാണ് ചടങ്ങുകൾ അവശേഷിക്കുന്നത്. ആ ചടങ്ങുകൾ പകർത്തരുത് എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഒരു സ്ഥലത്തേക്ക്, ഈ ചടങ്ങുകൾ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് മീഡിയാസ് വരരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ചടങ്ങുകളാണ് നടക്കേണ്ടത്. അതിലിപ്പോൾ അല്പസമയത്തിന് ശേഷം എല്ലാ ചടങ്ങുകളും പൂർത്തിയാവും. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ ധാരാളം ആളുകളെ ഒരു ചേർത്ത് പിടിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഡോക്ടർ റോയ് സി ജെ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ധാരാളം വളരെ സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുള്ളവരും അങ്ങനെയുള്ള നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ റിസോർട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. സംസ്ഥാന മന്ത്രി, ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ആന്റണി പെരുമ്പാവൂർ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, നടൻ മിഥുൻ, അങ്ങനെ നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തുകയും അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്കാര ചടങ്ങുകൾ എന്തായാലും, ഈ ശുശ്രൂഷകൾ എന്തായാലും തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ റിസോർട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ നടത്താനുള്ള ഒരു ഇടമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. എന്തായാലും ആ ഒരു ഇടത്തേക്കാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയി വളരെ അധികം ആളുകൾ ഈ സംസ്കാര ചടങ്ങിന് സാക്ഷിയാവാൻ എത്തിയിട്ടുണ്ട്. ശുശ്രൂഷകളെല്ലാം തന്നെ നേരത്തെ ഇതിൽ സൂചിപ്പിച്ചതുപോലെ അടുത്തുള്ള പള്ളിയിൽ ശുശ്രൂഷകളെല്ലാം തന്നെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അല്പസമയം കൂടിയാണ് ഇനിയിപ്പോൾ ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷം ലോകത്തെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു വ്യവസായിയായി കണ്ട അദ്ദേഹം, ഏറ്റവും മികച്ച വ്യവസായി എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും താഴേക്ക് പോയെങ്കിലും അല്ലെങ്കിൽ പല പ്രതിസന്ധികളുണ്ടായെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു വിജയ കിരീടം ചൂടി നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. മാത്രമല്ല അത് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും അല്ലെങ്കിൽ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ നടത്തണമെന്നൊരാവശ്യം ബന്ധുക്കളായാലും ശരി, സുഹൃത്തുക്കളായെങ്കിലും അങ്ങനെയുള്ള എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നതും മാത്രമല്ല അതിനുള്ള ഒരു പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ എന്തായാലും പരാതികൾ സ്വീകരിക്കപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെയാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. DIG ആണ് മേൽനോട്ടം വഹിക്കുന്നത്. ആ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇന്നിപ്പോൾ രാവിലെ പുറത്തു വരികയും ചെയ്തിരുന്നു. ആ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ IT പറഞ്ഞ അല്ലെങ്കിൽ ആദായനികുതി ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യം
കാര്യം തന്നെയാണ്. ചോദ്യം ചെയ്യലുണ്ടായിട്ടില്ല എന്ന് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതേ സമാനമായ രീതിയിലാണ് എന്തായാലും പോലീസിൻ്റെ ആദ്യഘട്ട ഒരു റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത്. തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ തർക്കങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കും പോലീസിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം. തർക്കങ്ങളില്ലായിരുന്നു. വളരെ വേഗത്തിൽ വരികയും 3 മണിയോടുകൂടി എത്തുകയും 3:15 അദ്ദേഹം ഈ ഒരു ദാരുണമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെടിയുതിർക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസും പ്രാഥമിക റിപ്പോർട്ടുകളിൽ എന്തായാലും പറയുന്നത്. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച നടക്കുന്ന ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം 4 മണിക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങൾ ചിലപ്പോൾ പങ്കുവെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കൊച്ചിയിലെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തോടൊപ്പം ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും വാർത്താ സമ്മേളനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അവർ പറയാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ റിസോർട്ടിൽ അന്ത്യവിശ്രമത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്കാര ശുശ്രൂഷകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ്, ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു സമയം മാത്രമാണ്. പുരോഹിതന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അന്ത്യചടങ്ങുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പുരോഹിതന്മാരെല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ്. ഡോക്ടർ റോയ് CJ എന്ന് പറയുന്ന ഒരു വ്യവസായി, അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലേക്കും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാവരുടെയും എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും സംസാരിച്ചിരുന്ന ഒരു വ്യക്തി. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ നേരിടണമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയാണ് ഈ തരത്തിലൊരു ദാരുണമായ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ്. അതുതന്നെയാണ് എല്ലാവർക്കും വലിയ സംശയം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ എന്തായാലും പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒരു വലിയ ജനക്കൂട്ടം അല്പസമയം മുമ്പ് വരെ ഇവിടെ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഇടമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ മക്കളുണ്ട്, ഭാര്യയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണിപ്പോൾ ഈ ഒരു ചടങ്ങുകൾ എന്തായാലും നടക്കുന്നത്. അന്ത്യയാത്ര നടത്തുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്ന വാഹനങ്ങൾ, അധികം വാഹനങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. അത്രയധികം വാഹനങ്ങളുടെ കളക്ഷൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു അന്ത്യയാത്രയിൽ ഇന്നിപ്പോൾ രാവിലെ ബോറിംഗ് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്കുള്ള യാത്രയ്ക്ക് അകമ്പടി സേവിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ, അത് നമ്പർ 3 എന്ന് പറയുന്ന ഒരു നമ്പർ, ആ ഒരു നമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യ നമ്പർ, അല്ലെങ്കിൽ 9, ഈ നമ്പറുകളിലുള്ള വാഹനങ്ങളായിരുന്നു. ആ വാഹനങ്ങളെല്ലാം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അകമ്പടിയായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഏറ്റവും അധികം വാഹനങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരാൾ, ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിക്കും, ഏറ്റവും നന്നായി മനുഷ്യന്മാരെ സ്നേഹിച്ചിരുന്ന ആൾ, കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ സഹായിച്ചിരുന്നയാൾ, വിദ്യാർത്ഥികൾക്കാണെങ്കിലും അങ്ങനെ യുവജനങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് സഹായങ്ങൾ നൽകിയിരുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യണമെന്ന് എല്ലാ ദിവസവും പറയുന്ന ഒരാൾ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു മനുഷ്യൻ, വളരെ വേഗത്തിലെടുത്ത ഒരു തീരുമാനം എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഇതിനെയൊക്കെ കാണേണ്ടത്. എന്തായാലും ഒരിക്കലും വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പല കാര്യങ്ങൾ കൊണ്ടും എന്നുള്ളത് സുഹൃത്തുക്കളാണെങ്കിലും ലീഗൽ അഡ്വൈസർ ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. കുടുംബം ആ ഒരു അർത്ഥത്തിലാണ് പരാതിയും നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ എന്തായാലും പൂർത്തിയാകും. ഇവിടെയുള്ള ഈ റിസോർട്ടിനകത്താണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഇടമൊരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. അതാണ് ഈ പറഞ്ഞ ചൊവ്വാഴ്ച ഒരു വാർത്താ സമ്മേളനം അതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു സാധ്യതയുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് കൊച്ചിയിൽ വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന MD അദ്ദേഹമാണ് വാർത്താ സമ്മേളനം നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അന്ന് നടന്ന സംഭവങ്ങളുടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പറയാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുകൾക്കായി ബാക്കിയുള്ളത്. സംസ്കാര ശുശ്രൂഷകളെല്ലാം തന്നെ പള്ളിയിൽ നടക്കേണ്ട ആചാരപരമായുള്ള ശുശ്രൂഷകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വളരെ കുറച്ച് സമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചത്. റിസോർട്ടിൻ്റെ ഒരു ഭാഗത്തായി ആണ് സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ കുഴിയെടുത്തിരിക്കുന്നതൊക്കെ ഈ ഭാഗത്തായിട്ടാണ്.
അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാരുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഇതിന് ശേഷം ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിലവിൽ ഈ ഒരു മേഖല ഈ ഒരു ഭാഗത്തുള്ളത്. രാവിലെ മുതൽ തന്നെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ കുടുംബസമേതമൊക്കെയായി എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന, ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി നോക്കിക്കാണുകയും അല്ലെങ്കിൽ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യണം എന്ന് ഒക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല ആത്മവിശ്വാസം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് താനെന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ ആത്മവിശ്വാസമുള്ള മനുഷ്യൻ, അത്രയധികം മനോധൈര്യമുള്ള ഒരാൾ IT റെയ്ഡിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആദായനികുതി വകുപ്പുമായുള്ള ചില സമ്മർദ്ദത്തിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്. അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പരാതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ എന്തായാലും IT പറഞ്ഞ കാര്യങ്ങൾ, ആദായനികുതി വകുപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ചോദ്യം ചെയ്തില്ല എന്നും ഫയലെടുക്കാൻ വേണ്ടി മാത്രം, അതായത് നേരത്തെ ഈ പറഞ്ഞ രീതിയിൽ നടത്തിയ റെയ്ഡിൽ 3 ആഴ്ച മുമ്പ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ, ആ രേഖകൾ പരിശോധിക്കാനായി മാത്രമായി എത്തിയതാണ്. അതിവിടെ ഒരു സ്റ്റോർ റൂമിൽ, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ ഒരു സ്റ്റോർ റൂമിൽ സീൽ ചെയ്ത് വെച്ചതായിരുന്നു. അതെടുക്കാനും പരിശോധിക്കാനും മാത്രമാണ് വന്നത്. മാത്രമല്ല ഈ പറഞ്ഞ ഡോക്ടർ റോയ് CJ എത്തിയത് 3 മണിയോടുകൂടിയാണ്. 3 മണിയോടുകൂടി അദ്ദേഹം എത്തുന്നു. അദ്ദേഹം ഓഫീസിലേക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിലൊരു കാര്യം നടന്നിരിക്കുന്നത് എന്നാണ് എന്തായാലും പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത്. അത് അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം ഒക്കെയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടിലേക്ക് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ പോലീസ് പ്രാഥമികമായി എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് എന്തായാലും റിപ്പോർട്ടുകളെല്ലാം തന്നെ വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഇനിയിപ്പോൾ കൂടുതലും മൊഴിയെടുപ്പിലേക്ക് പോകേണ്ടി വരും. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം എന്തായാലും അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ മൊഴിയെടുക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മാനേജിംഗ് ഡയറക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, അങ്ങനെയുള്ള എല്ലാം അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കും. എന്തായാലും ഒരു 3 ദിവസമായി രാജ്യം മുഴുവൻ ചർച്ച ചെയ്തിരുന്ന ഒരു മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി വലിയ തോതിൽ തന്നെ ഈ ഒരു മരണം ചർച്ചയാകുന്നു. ഇപ്പോൾ എന്തായാലും അന്ത്യനിമിഷങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പ് പള്ളിയിലുള്ള ശുശ്രൂഷകളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ ഇവിടെ പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകളുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്, പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ അന്ത്യവിശ്രമത്തിലേക്ക് പോവുകയാണ് ഡോക്ടർ റോയ് CJ. മനേഷ് മൂർത്തിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബംഗളൂരുവിൽ നിന്ന്. കൽക്കരെ സെന്റ് ജോസഫ് പള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ മൃതദേഹം ബെന്നാർഘട്ടയിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റിസോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.